വൈക്കം കുടവച്ചൂർ ശാസ്തകുളം ദേവീക്ഷേത്രത്തിൽ 22ാമത് ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. യജ്ഞവേദിയിൽ ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തി. വൈക്കം കുടവച്ചൂർ ശാസ്തകുളം ദേവി ക്ഷേത്രത്തിൽ 22ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. യജ്ഞവേദിയിൽ ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തി. സപ്താഹവേദികളിൽ നിന്നു ലഭിക്കുന്ന ജ്ഞാനം ജീവിതത്തിൽ കൂടുതൽ സ്വാത്വികത നിറയ്ക്കാൻ സഹായകരമാണെന്നും മുതിർന്നവർ ആ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് ശ്രദ്ധ ചെലുത്തണമെന്ന് അനൂപ് ചന്ദ്രൻ ഉത്ബോധിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിനാണ് ഓരോ ക്ഷേത്രവും മുൻതൂക്കം നൽകിയിട്ടുള്ളത്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കൃത്യമായി കുളിച്ച് സാത്വിക ആഹാരം കഴിച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭാഗവത ആചാര്യന്മാരെയൊക്കെ പോലെ നല്ല ചൈതന്യമുള്ള മനുഷ്യന്മാരാവാം. സാത്വികത നിറയട്ടെ. ഈ കിട്ടുന്ന കുറച്ച് ദിവസങ്ങളിൽ കിട്ടുന്ന അറിവുകൾ കുടുംബസമേതം വന്നിരുന്ന് ആസ്വദിക്കാനും ആ കുടുംബസമേതം ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ കുടുംബ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടാനും കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഓരോ സംശയങ്ങൾ കഥാരൂപേണയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ ജീവിതത്തിന്റെ സാത്വികതയിലേക്ക് കൂട്ടി കൊണ്ടുവരണം എന്ന് മാത്രം. ഭാരതരത്നം അനിൽ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനായ നവാഹ യജ്ഞത്തിൽ രതി അനിൽ യജ്ഞ പൗരാണികയും സുരേഷ് ഭട്ട് യജ്ഞഹോതാവുമാണ്. ക്ഷേത്രം തന്ത്രി മനയത്താറ്റമ്മാന ബ്രഹ്മശ്രീ ബ്രിജേഷ്, നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തിമാരായ രാഹുൽ ശർമ്മ, ആര്യൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. യജ്ഞമണ്ഡപത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഡിസംബർ 11 മൃത്യുഞ്ജയ ഹോമം, 12 സർവൈശ്വര്യ പൂജ, 15 മഹാപ്രസാദ ഊട്ട് എന്നിവയുണ്ടാകും. ശാസ്തകുളം ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് എം സനൽകുമാർ, സെക്രട്ടറി എസ് എ രാജു, ട്രഷറർ GP മനോജ്, കമ്മിറ്റി അംഗങ്ങളായ പി പ്രേമ, ബീന, ശ്രീനിവാസ പണിക്കർ, VK ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.